നമസ്കാരം. ജില്ലാ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയ ശ്രീനന്ദയാണ് ഇപ്പോൾ വിസ്മയ ന്യൂസിനൊപ്പം ചേരുന്നത്. സ്കൂൾ എന്ന് പറയുമോ? ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയങ്കീഴ്. അദ്ദേഹത്തിന്റെ പിതാവുണ്ട്, പരിശീലകനുണ്ട്. ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് അനൗൺസ് ചെയ്ത പേര് കരച്ചിലായിരുന്നു. എന്താ കാര്യം? സന്തോഷക്കണ്ണീർ. ഭയങ്കര കരച്ചിലായിരുന്നു. കുട്ടി ചെറുതലോട്ടെ ഇല്ല, അവള് ഹൈസ്കൂൾ സമയത്താണ്. ഞങ്ങള് രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റാണ്. ശരിക്കും ഞാൻ ട്രൂപ്പില് എന്റെ ശിഷ്യയായിട്ട് എന്റെ ശിഷ്യനാണ് പ്രമോദ് ചന്ദ്രൻ. അപ്പം പ്രമോദാണ് എന്റെ മകളെ പരിശീലിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയിരുന്നു മിമിക്രിക്ക്. എന്റെ പേര് പുലിയൂർ ജയകുമാർ. സുരാജ് വഞ്ഞാറമൂടിന്റെ ടീമിലെ സ്ഥിരം ആർട്ടിസ്റ്റാണ്. ആക്ടിങ്ങിലൊക്കെ നമ്മളൊരു കേന്ദ്രമാണ്. ഒത്തിരി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. വോഡഫോൺ കോമഡി സ്റ്റാർ, അപ്പോൾ കോമഡി ഉത്സവം, ഒരുപാട് ചാനൽ പരിപാടികൾ കേട്ടിട്ടുണ്ട്. 30 വർഷമായിട്ട് മിമിക്രി രംഗത്തുള്ള. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മിമിക്രിയും പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും? പഠിക്കും പഠിക്കും, കുഴപ്പമില്ല. അപ്പൊ എന്താ ആകാൻ ആഗ്രഹം? അങ്ങനെയൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. കൃഷി എങ്ങനെയാണ്? പെട്ടെന്ന് പിക്ക് ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സമയം നമ്മൾ എടുക്കും. അത് മാക്സിമം ട്രൈ ചെയ്ത് ലെവൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം സബ് ജില്ലയിൽ 2ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടിട്ട് അപ്പീലിലൂടെ ഈ വേദിയിൽ വന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് എ ഗ്രേഡ് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഈ വർഷം സബ് ജില്ലയിലെ വിധിനിർണ്ണയത്തിൽ ഭയങ്കര അപാകത ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടുണ്ട്. ഞങ്ങൾ അപ്പീൽ കൊടുക്കുകയും ഇവിടെ നിന്ന് ഈ പറഞ്ഞില്ലേ, ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ട്. കാരണം അർഹതപ്പെട്ടതിന് അംഗീകാരം വേണം, കൊടുക്കും, ഈശ്വരൻ കൊടുക്കുന്നുള്ള അതിന് തെളിവാണ് നമ്മളുടെ പെർഫോമൻസ്. ഒരു സന്തോഷം. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിൽ പോകുന്ന പെൺകുട്ടികളുടെ പരിശീലകനാകാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. അത് ഈ വർഷം തുടരുന്നു. ശിഷ്യന്മാരുടെ സമ്പത്താണല്ലോ ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഏതായാലും ശ്രീനന്ദയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ആ കുട്ടിക്ക് എന്താ പറയാ, ഇനിയിപ്പോ സംസ്ഥാനത്തേക്ക് പോകണം അല്ലേ? സ്റ്റേറ്റിലേക്ക് പോകണം. തൃശ്ശൂർ വെച്ചിട്ട്. അപ്പൊ സ്റ്റേറ്റിന്റെ കൂടി 1ാം സമ്മാനം കരസ്ഥമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്